എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2017 ഇറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് ഫാൻറ്റസി സിനിമയാണ്. കൊക്കോ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇത് വാൾട്ട് ഡിസ്നിയും പിക്സാറും കൂടെ ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. പൊതുവെ പിക്സാറിൻ്റെയും വാൾട്ട് ഡിസ്നിയുടെയും സിനിമകൾ വരുമ്പം വളരെ നല്ല നിലവാരമുള്ള സിനിമകൾ അവർ ഒരുപാട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക് ഡയറക്ടർ ലീ അൺക്രിക് എന്ന് പറഞ്ഞ ആളാണ്. അത് കോ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഏഡ്രിയൻ മൊളീനാണ്. ഇത് വളരെ കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡയറക്ടറും കോ ഡയറക്ടറായിട്ട് ഒരാളും കൂടെ വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും എല്ലാം കൺസീവ് ചെയ്തിരിക്കുന്നത് ഏഡ്രിയൻ മൊളീന, മാത്യു ഓൾഡ്രിക്, ലീ അൺക്രിക്, ജേസൺ കാറ്റ്സ്, മാത്യു ഓൾഡ്രിക്, അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ഇതിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പം എല്ലാം പുതിയ ക്യാരക്ടേഴ്സാണ്. കാരണം ഈ കഥ ഒരു ആനിമേറ്റഡ് സിനിമയാണെങ്കിലും ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മെക്സിക്കോ. ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷൻ ഓഫ് മെക്സിക്കോ ആയിട്ട് എനിക്ക് തോന്നി. മെക്സിക്കോയിലായതുകൊണ്ട് തന്നെ മെക്സിക്കോയിലുള്ള ആക്ടേഴ്സാണ് ഇതിനകത്ത് മെജോറിറ്റി ആയിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട ആക്ടർ എന്ന് പറഞ്ഞാൽ ആന്റണി ഗൊൺസാലസ് എന്ന് പറഞ്ഞൊരു പയ്യൻ ആണ്. മിഗ്വൽ എന്ന ക്യാരക്ടറാണ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. പിന്നെ ഗെയിൽ ഗാർസിയ ബെർണൽ, ബെഞ്ചമിൻ ബ്രാറ്റ്, അലാന യുബാക്ക്, ഇങ്ങനെ പല പല ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ആക്ടേഴ്സിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ആക്ടേഴ്സ് വളരെ വളരെ നല്ലൊരു ജോബാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് ആബ്സല്യൂട്ട്ലി ഇതിൻ്റെ ബാക്ക് ബോൺ. വളരെ അടിപൊളിയായിട്ട് എഴുതിയിരിക്കുന്നൊരു സ്ക്രിപ്റ്റും സ്റ്റോറിയും സ്ക്രീൻ പ്ലേയുമാണ് ഈ സിനിമയ്ക്കുള്ളത്. അത് അത്യുഗ്രനായിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് അധികം ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒബ്വിയസ്ലി എൻ്റെ ഇത്രയും ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുമാത്രം എക്സൈറ്റഡ് ആണ്, എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണ് ഈ സിനിമയിൽ ഞാനെന്ന്. വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അത് പറയാം, വളരെ നല്ല സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ട് കാണണമെന്നുള്ളത് ഞാൻ പറയാം. സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ അവോയ്ഡ് ചെയ്തുള്ളൊരു റിവ്യൂ ആയിരിക്കും. പ്രധാനമായിട്ട് ഈ സിനിമ ഡീൽ ചെയ്യുന്ന തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വരുന്നത്. കാരണം ആനിമേറ്റഡ് ആണ്, പിക്സാറിൻ്റെയാണ്, ഡിസ്നിയുടെ ആണ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ളത് എന്നൊരു തോന്നൽ വരാം. കുട്ടികൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷേ ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. ഇത് തീർച്ചയായിട്ടും അഡൽട്സിന് കാണാൻ പറ്റുക എന്നല്ല, കണ്ടിരിക്കേണ്ടതുമായ ഒരു സിനിമയാണ്. ഇത് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെത്താണ്, മരണം. അപ്പം മരണത്തിനെ പറ്റി ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിരിക്കും ആൾക്കാർക്ക്. അത് ഇത്ര ലൈറ്റായിട്ടുള്ളൊരു ടോപ്പിക്കല്ല. പക്ഷേ അത്യുഗ്രനായിട്ട് ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറി അത്യുഗ്രനായിട്ട് അത് അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. വോയിസ് ആക്ടേഴ്സ് നല്ലോണം വോയിസ് ആക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം അധികം പോരായ്മകളൊന്നും പറയാനില്ലാത്തൊരു ഉഗ്രൻ സിനിമയാണ്. ബേസിക്കലി ഇതിൽ കൂടുതൽ ഞാൻ ഇതിൻ്റെ സ്പോയിലർ അല്ലാത്ത റിവ്യൂയിലൊന്നും പറയുന്നില്ല. ഇത് നോൺ സ്പോയിലറാണ് ഇവിടം വരെയുള്ള റിവ്യൂ. ഇനി അങ്ങോട്ട് സ്പോയിലർ ആയിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് മരണത്തെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പല സംസ്കാരങ്ങളില്ല, നമ്മുടെ നാട്ടിലും ഈ പിതൃക്കൾക്ക്, നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ ഓർമ്മിക്കുന്ന ഒരു ദിവസം വെക്കും. ഇപ്പം കേരളത്തിലാണെങ്കിൽ കർത്തവാവുണ്ട് ഹിന്ദുസിന്, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സെറമണീസ് ഉണ്ട്. ഐ തിങ്ക് ഈവൻ മുസ്ലിംസിൻ്റെ ഇടയിലും ഉണ്ട്. അപ്പം ഒരു റിലീജിയസ് സെൻറ്റിമെൻറ്റ് ഒന്നും റെലവൻ്റ് അല്ലാതെ പോലും ഇത് വളരെയധികം പ്രിവലൻ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പം ആ ഒരു ആസ്പെക്റ്റ് നമ്മൾക്ക് മുമ്പ് ജീവിച്ചവർ, നമ്മൾ ആരിൽ നിന്ന് വന്നു, ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നു, ഏത് തലമുറയിൽ നിന്ന് വന്നു എന്നുള്ളതെല്ലാം പലപ്പോഴും നമ്മൾ മറന്നു പോകും. അപ്പം ഓഫ്കോഴ്സ് ഇത് സംസ്കാരം ബേസ് ചെയ്തുള്ള അങ്ങനെ ഒരു സിനിമയല്ല. ഇത് പിതൃക്കളെ ബേസ് ചെയ്തുള്ളൊരു സിനിമയാണ്, ആൻസസ്റ്റേഴ്സിനെ ബേസ് ചെയ്തുള്ളൊരു സിനിമയാണ്. ആൻസസ്റ്റേഴ്സ് അവരുടെ ഡിസെൻഡൻസ്, അവരുടെ പിൻഗാമികളെ പറ്റിയുള്ള സിനിമയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഫാമിലിയിൽ എല്ലാവരും വളരെ നല്ലൊരു ലവിങ് ഫാമിലിയാണ് ആ കുട്ടിക്കുള്ളത്. കൂട്ടുകുടുംബം പോലത്തെ ഒരു ഫാമിലിയാണ്. അവിടെ ഒരു ദിവസം അവനാണെങ്കിൽ ഏറ്റവും ആഗ്രഹം സംഗീതം പഠിക്കണം, സംഗീതം എക്സ്പ്ലോർ ചെയ്യണം. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനും ഗിറ്റാർ വായിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരു കുട്ടി. പക്ഷെ അവൻ്റെ കുടുംബക്കാർ അവനെ ആ ഗിറ്റാർ വായിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ഫാമിലിയിൽ മുൻപ് ഒരാൾ ഈ മ്യൂസിഷ്യൻ ആകാൻ പോയിട്ട് അവരുടെ ഫാമിലി അബാൻഡൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഫാമിലി മൊത്തത്തിൽ മ്യൂസിക്കിനോട് കുറച്ച് താല്പര്യക്കുറവുള്ളവരാണ്.
അപ്പോൾ അവൻ അതിന് എഗെയിൻസ്റ്റ് റിബൽ ചെയ്യുകയും ആ മ്യൂസിക് കണ്ടെത്താൻ പോവുകയും അങ്ങനെ പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു മാജിക്കൽ ഇവൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ അവന് എന്തോ മാന്ത്രികതയിൽ അവൻ മനുഷ്യലോകം വിട്ടിട്ട് സ്വർഗ്ഗലോകമെന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാനില്ല, പരലോകമെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷെ അത് വളരെ ഡാർക്കാണ്. പക്ഷേ ആഫ്റ്റർ ലൈഫിലേക്ക് പോകും. ഈ മരിച്ചവരെല്ലാവരും ജീവിക്കുന്ന ഒരു ലോകം. അത് നമ്മുടെ ലോകം പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു അസ്ഥികൂടം കാണിച്ചിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയും കാണാൻ പറ്റുകയും, ഒരു അസ്ഥികൂടത്തിൻ്റെ ഒരു നഗരം മൊത്തം കാണിച്ചിട്ട് അത് കുഞ്ഞുങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല എന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയാണിത്. ആര് കണ്ടാലും ഒരിക്കലും നമുക്കൊരു അവേർഷൻ തോന്നത്തില്ല ഈ സിനിമയ്ക്ക്. ഭയങ്കര ലവബിളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ പയ്യൻ അവിടെ ചെല്ലുകയും അവിടെ അവൻ ജീവിതം കാണുകയും അവിടെയുള്ള കഥാപാത്രങ്ങളെ മീറ്റ് ചെയ്യുകയും തിരിച്ച് വരാൻ ശ്രമിക്കുന്നതുമാണ് ഈ സിനിമയുടെ ബേസിക് കഥ. ഇതിൽ കൂടുതൽ സ്പോയിലേഴ്സ് ഞാൻ പറയില്ല, കാരണം ഇത് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ കണ്ടിട്ടുള്ള ആനിമേറ്റഡ് സിനിമകളിൽ പ്രോബബ്ലി വൺ ഓഫ് ദി ടോപ്പ് 5 വരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഇമോഷണലായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നല്ലോണം ഇമ്പാക്റ്റും ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞത് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.